ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആരോഹി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഉച്ചയ്ക്ക് എന്നാലും നമ്മളെ അംഗൻവാടിയിൽ പോഷകാഹാര പരിപാടിയാണ്. അപ്പോൾ എന്തെങ്കിലും പോഷകാഹാരങ്ങൾ കൊണ്ട് ചെന്നുള്ള ചെറിയ മത്സരം. എനിക്ക് ഇങ്ങനത്തെ മത്സരങ്ങൾക്ക് കൂടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് പരിചയമായ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ പാചക മത്സരം ഉണ്ടെന്ന്, അല്ലെങ്കിൽ വേറെ ഇനി എഴുത്തായാലും കഥയായാലും എന്തെന്നെ ആയാലും എന്ത് മത്സരമായാലും എനിക്കതിൽ കൂടാൻ ഇഷ്ടമാണ്. കായിക മത്സരങ്ങളിൽ മാത്രം കേട്ടോ ഞാൻ അതിന് പങ്കെടുക്കാത്ത, കാരണം എല്ലാവരും ഒരിക്കലില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുണ്ടാവുമല്ലോ. അപ്പോൾ ബാക്കിയുള്ള എന്നെ കൊണ്ട് കഴിയണമൊക്കെ എനിക്ക് മത്സരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരെ അതിൽ ഇൻവോൾവ് ആക്കാനും എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതൊരു അടയാണ്. ഞാൻ പറഞ്ഞില്ല, പ്രോട്ടീൻ പോഷകാഹാരമാണല്ലോ. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ചെറുപയർ വെള്ളത്തിലിട്ടാണ്ട് മുളപ്പിച്ചിരുന്നു. അപ്പം ഇനി മുളപ്പിച്ച് ചെറുപയർ വെച്ചൊരു അടാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി ആദ്യം തന്നെ പാളി, കാരണം അടക്കി വെള്ളം കുറച്ച് കൂടിപ്പോയി. ഓൾറെഡി കൂടിയതാണ്. പിന്നെ അതിൻ്റെ വഴിയെ മനസ്സിലാവും ആകെപ്പാടെ 8ൻ്റെ പണി കിട്ടിയൊരവസ്ഥ. പിന്നെ ഇതെന്താ പറയുക, മത്തൻ ഗ്രേറ്റ് ചെയ്തതും അതേപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. എനിക്ക് മുളപ്പിച്ച് ചെറുപയർ, നമ്മളെ മത്തങ്ങ, അതേപോലെ ക്യാരറ്റ്, കുറച്ച് ശർക്കര ഒരച്ച ശർക്കര ഉണ്ട് കേട്ടോ. അത് ഞാനിങ്ങനെ കത്തി കൊണ്ടല്ല, ചെരവി ഈ കോലത്തിലാക്കിയതാണ്. വേണ്ടാത്തൊരു പണിയാണ് അതൊക്കെ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങല്ലേ. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ കുഴച്ച മാവില്ലേ, ഈ മാവിക്ക് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത മത്തനിട്ടാം കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഉള്ളത്തെ ഫില്ലിങ്സിൽ ഈ മത്തൻ ഉൾപ്പെടുത്താതെ മാവിൽ മത്തൻ ഉൾപ്പെടുത്താമെന്ന്. കുട്ടികൾ അങ്ങനെ ഈ മാവിൽ ഞാൻ ഈ ഗ്രേറ്റ് ചെയ്ത മത്തനൊക്കെ പാടട്ടാണ് കുഴച്ചപ്പോഴാണ് വലിയൊരു അമളി പറ്റിയത്. ഇങ്ങനെ ഉണ്ടോ അല്ലേ അവസ്ഥ. മത്തന് ഓൾറെഡി വെള്ളമല്ലേ, ഞാനും അല്ലെങ്കിൽ തന്നെ എൻ്റെ മാവിൽ വെള്ളം കൂടി ഒക്കെ പാടായപ്പം അതിൻ്റെ സ്ഥിതി കണ്ടോ. ഇനി എനിക്ക് പൊടി ഇടാനും പറ്റില്ല, കാരണം ഞാൻ മാക്സിമം പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഗോതമ്പ് പൊടി ഇല്ല. ഈ മത്തൻ്റെ ഇതും എല്ലാം കൂടി ആയിട്ട് ആകെപ്പാടൊരു മണച്ച കുഴപ്പമില്ല. പച്ച മത്തന് വേറൊരു മധുരം മണമല്ലേ. അതേപോലെ ഗോതമ്പ് പൊടിയൊക്കെ ആയപ്പോഴേ ആകെ വെള്ളച്ചീച്ചിലും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ ഇത്രത്തോളം എഫോർട്ട് സ്ഥിതിക്ക് ഇത് പകുതിക്ക് വെച്ച് തോറ്റ് പോകാൻ നമുക്ക് ഇതില്ല, അനുവദിക്കുന്നില്ല. എന്തായാലും പ്രൈസൊന്നും കിട്ടുന്നുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഞാൻ അത് കുഴച്ചിട്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇല വെട്ടണം, ബാക്കിയൊക്കെ ഇടാനുള്ള മിക്സ് തയ്യാറാക്കണം. ആ സമയം കൊണ്ട് വെള്ളം വലിയാണെങ്കിൽ റെഡിയാവും വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരവിയെടുക്കട്ടെ. ചിലപ്പോൾ അങ്ങനെയാണല്ലേ, നമ്മൾ എന്തെടുത്താലും നമുക്ക് 8ൻ്റെ പണികൾ വന്നുകൊണ്ടേയിരിക്കും. കാറും ബസ്സും അല്ലാതെ വിമാനം വിളിച്ചെന്നെ വരും. അപ്പോൾ എന്തായാലും പറഞ്ഞു എന്ന് കണ്ടോ, ചിരവ കയ്യുമ്പോൾ തട്ടി കൈ മുറിഞ്ഞിട്ടോ. അങ്ങനെ എന്തായാലും കുറച്ച് തേങ്ങയൊക്കെ കൂടെ കൂട്ടിയാണ് സെറ്റാക്കാമെന്നാണ് വിചാരിച്ചത്. എനിക്ക് ഇങ്ങനത്തെ മത്സരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഇനിയിപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ കുട്ടീൻ്റെ സ്കൂളത്തെ കലോത്സവമാണ് കേട്ടോ. ഞാൻ അതിന് രാത്രിയൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു. പക്ഷെ കുട്ടിക്കിപ്പോൾ അതൊന്നും കൂടാനും മാസഭാഗമാണ് കുട്ടികൾക്കൊക്കെ. നമുക്കൊരവസരം കിട്ടാതെ പോയി, കുട്ടികൾക്ക് കിട്ടിയിട്ടത് പ്രകടിപ്പിക്കാനുള്ള പേടിയാണ്. ഞാൻ മുളപ്പിച്ച് ചെറുതാണ് ഒന്നും സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താ അറിയോ, അല്ലെങ്കിൽ കുഴപ്പമുണ്ടായിട്ടല്ല. ശരിക്കും ഇങ്ങനെ വച്ചക്കന്നെ ഉള്ളപ്പിട്ടാലും വേവും, കാരണം ആവിയിൽ പുഴുങ്ങിയിട്ടുള്ള സാധനമല്ലേ. എനിക്ക് തോന്നി എങ്ങാനും ഇതിൻ്റെ ഇടയ്ക്കുള്ള ചെറുപയർ മുളപ്പിച്ചാലുള്ള പ്രശ്നം അതാണ് അല്ലേ. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വേവാത്ത സംഭവം വരും, മുളയ്ക്കാത്തേക്ക് അടിക്കില്ലേ. അപ്പോൾ ഞാൻ പുഴുങ്ങിയെടുത്ത വേവും വിചാരിച്ചിട്ട് അത് പണി വാളിട്ടും എനിക്കൊക്കെ തിരഞ്ഞെടുത്ത് ഒഴിവാക്കേണ്ടി വന്നു. ഇതിങ്ങനെ ഒന്നങ്ങോട്ട് ആവിയിലെ സ്റ്റീം ചേർത്ത് നല്ല ഒരു തിന്നാൻ കോലത്തിലാക്കിയിട്ട് അപ്പം തന്നെ. അപ്പോൾ ഞാൻ ഈ കാട്ടുന്ന പണിയിൽ 2ാം പണിയാണ്. ഇതേ ആദ്യം വിചാരിച്ച് ഞാൻ കുറച്ച് ശർക്കര ഇട്ടിട്ടുണ്ടാക്കാം, കുറച്ച് ശർക്കര ഇടാതെ ഉപ്പ് ഇട്ടിട്ടുണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടോ. പിന്നെ ഞാൻ ഈ ശർക്കര ഒക്കെ പാടെ ഇട്ടാണ്ടേ തിന്ന് നോക്കുമ്പോൾ ശർക്കര ഇട്ടാണ് അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എനിക്ക് തോന്നി ഒക്കെപ്പാടെ ശർക്കര ആക്കാമെന്ന് കണ്ടോ. അപ്പോൾ എനിക്ക് തോന്നി എല്ലാം കൂടെ ഞാൻ കൂട്ടി 8 ട്രിപ്പ് ശർക്കര തന്നെ ആക്കിട്ടോ. അവിടേക്ക് പണി പാളിക്കാറ്. ഞാൻ 2 ട്രിപ്പ് ആയിട്ട് ശർക്കര ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു മിക്സിൽ ശർക്കര ഭയങ്കര
കൂടുതലായിട്ട് എനിക്ക് തോന്നി. ആ കൺസിസ്റ്റൻസി കുറച്ച് കൂടുതലായിട്ട് തോന്നി. പക്ഷെ അട പുഴുങ്ങി വന്നപ്പോൾ മധുരം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഒട്ടും തന്നെ വളരെ ഒരു നേർത്ത മധുരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവിടെ നമുക്ക് ചെറിയൊരു ഫോൾട്ട് പറ്റി. ജഗ് വാങ്ങും. അപ്പോൾ ഇതട കൂട്ട് ആ മുളപ്പിച്ച ചെറുപയറും ക്യാരറ്റും തേങ്ങയും ശർക്കരയും ഇട്ടിട്ടുള്ള ഒരു മിക്സ്. നമുക്ക് ഇലയൊക്കെ വെട്ടി കൊണ്ടുവന്ന് അതിലേക്ക് മാവിട്ട് പരത്തി ഈ മിക്സ് ഇട്ടിട്ട് നമുക്ക് ഇനി പുഴുങ്ങിയെടുക്കണം. അതല്ല നമ്മൾ അട. ഞാൻ വെറുതെ ഇങ്ങനെ കുറച്ച് നിന്നപ്പോൾ കുറച്ച് കാശ് കൂട്ടലും കൊടുത്തു നോക്കിട്ടോ. വായക്ക് വെച്ചിരിക്കുന്ന കുട്ടികളൊക്കെ എന്തായാലും സ്റ്റാൻഡേർഡ് ടീമാണ്. നമ്മളൊക്കെ പണ്ട് നമ്മൾ അമ്മമാർ വാരത്തില്ല ഇഷ്ടം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വാരി കൊടുക്കണമൊക്കെ അറപ്പാന്ന് തോന്നുന്നു. അതിൽ ഞാൻ നന്ദൂട്ടുണ്ട് കേട്ടോ. നന്ദൂരിനന്ന് സ്കൂൾക്ക് പോയില്ലേ എന്താണ് കുറച്ച് ദിവസം മുന്നെടുത്തൊരു വീഡിയോ ആണ്. ശരിക്കും ഓർമ്മയില്ല അന്നത്തെ സിറ്റുവേഷനൊന്നും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ട് ഈ കൂട്ട്. പിന്നെ എനിക്ക് തോന്നിട്ടോ ഈ അട ഒന്നും വേണ്ട, ഈ കൂട്ട് മാത്രം മതി. ആ മത്തനും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കൂട്ട് മാത്രമേ കൊണ്ടുപോകുള്ളൂ. ഞാൻ അതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയി. ഞാൻ ആ ഗ്രേറ്റ് ചെയ്ത സമയത്തേ മത്തൻ്റെ കുരുവും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടി 3-4-5 5 അത്രയും ചേർത്തിട്ടുള്ളൂ, കുറച്ച് ചേർത്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ അത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതും കൂടിയൊക്കെ ചേർത്തു. എന്തോ മത്തൻ്റെ കുരുവിലൊക്കെ ഭയങ്കര എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അല്ലേ. അധികാരിയെ മാത്രം പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എൻ്റെ കാശിക്കൂട്ട് നല്ല ഇഷ്ടമായിട്ടോ. അതിൽ ഓന് കയ്യിൽ കൊടുത്ത പാത്രത്തിൽ കൊടുത്തവന് ആ തിന്നണ എന്നല്ലോ നല്ല ഇഷ്ടമായി. ഇപ്പം ചോദിക്കുന്ന വെള്ളമാണ് കേട്ടോ. ഈ മധുരം ഇങ്ങനെ തിന്നിട്ട് വെള്ളത്തിനായിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഞങ്ങൾ ബേബി ഷട്ടം. അപ്പോൾ ഞാൻ അടക്കി പരത്തുകയാണ്. കാരണം ഈ സമയത്തേക്ക് ഒന്ന് വെള്ളം വലിങ്ങനെ കേട്ടോ. എന്നാലും വലിയ ഇതൊന്നും ആയില്ല, കുഴപ്പമില്ല, അത്ര തന്നെ. കയ്യുമ്മക്ക് ആ കൊട്ടിപ്പിടിച്ച് അങ്ങ് എത്തിനെന്തായാലും. എനിക്കതിനെ മിക്സ് ഇട്ട് സെറ്റാക്കി നേരെ അടുപ്പത്തേക്ക് അത് വെക്കുന്നു. അത് വേവണ സമയം കൊണ്ട് നമുക്കൊന്ന് റെഡി ആവാനുണ്ട്. ഇപ്പം തന്നെ കൊണ്ടുപോകണം. ഇങ്ങനത്തെ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോഴേ പുഴുങ്ങിയതും അതേപോലെ ഇങ്ങനെ വേവിച്ചെടുക്കൂലേ, ചട്ടിയിലിട്ട് അട വേവിച്ചെടുക്കണ പോലെ ആക്കിയാലും എനിക്ക് തോന്നുന്നത് ചൂടോടെ കഴിക്കട്ടെ ഏറ്റവും ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടായിട്ടല്ല. ഈ വാഴൻ്റെ ഇലയിൽ നിന്ന് പിന്നെയും കിട്ടും. പക്ഷെ പൊടുണ്ണിൻ്റെ ഇലയൊക്കെ ആണെങ്കിൽ കിട്ടൂലല്ലേ. ഇലയും കൂടി മുട്ടിപ്പിടിച്ച് നമ്മൾ ഇലയും കൂടി തിന്നേണ്ട അവസ്ഥ ഉണ്ടാവില്ലേ. അപ്പോൾ ഞാൻ ആകെ ഉണ്ടാക്കി എത്ര അട അറിയോ? ആകെ ഉണ്ടാക്കിയത് 10 അട ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും 10ൻ്റെ അടുത്തുണ്ട് കേട്ടോ. 7-8 വടയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത്ര അടയ്ക്കുള്ള മാവ് അവസാനം വെച്ചുണ്ടായി. പക്ഷേ അതിൽ മിക്സ് ഇടാനുണ്ടായിരുന്നില്ല. ഞാൻ ചുട്ടമ്പാടെ ഞാൻ അട തിന്നു. അതുകൂടിക്ക് മതിയായി. കാരണം ഞാൻ പറഞ്ഞില്ലേ മധുരം ഉണ്ടായിരുന്നില്ല, മധുരം വേണ്ടിയിരുന്നു. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോഴേ വെറൈറ്റി നോക്കി, അതായത് ഒരുപാട് പ്രോട്ടീൻസ് ആണെങ്കിൽ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവം കൂട്ടിയൊക്കെ ഉണ്ടാക്കണം. എനിക്കിപ്പോൾ ഈ ഗോതമ്പ് പൊടി എടുക്കണ ആ മാവിക്ക് തന്നെ കുറച്ച് നമ്മളെ ചൊളാണ്ടിപ്പൊടി ഇല്ലേ, അതായത് റാഗി, അതൊക്കെ ചേർത്താൽ ഒന്നും കൂടി റിച്ച് ആയേനെ. ആ സമയത്ത് അതൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. അതേപോലെ തന്നെ ഇതിങ്ങനെ ആക്കിയാണ്ട് സുഖിയനാക്കാമായിരുന്നു. പിന്നെ എനിക്കതൊക്കെ ഓടിട്ടോ. പിന്നെ ഇങ്ങനത്തെ ഈ മിക്സ് ആക്കണതിന് മുന്നേ കുറച്ച് നെയ്യ് പുരട്ടാമായിരുന്നു. അങ്ങനെ ഒക്കെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു ഓരോ ഐഡിയ വരുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒന്നും വേണ്ട, മാവൊന്നും വേണ്ട, ഈ ഉള്ളിലത്തെ മിക്സ് മാത്രം കൊണ്ടുപോയാലും മതിയെന്ന്. പക്ഷേ ആ സമയത്തേക്ക് അതൊന്നും തോന്നിയില്ല. അപ്പം ഞാനൊക്കെ ഒരുങ്ങി കെട്ടി സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് എപ്പോഴാണ് പരിപാടി എന്നൊന്നും അറിയില്ല. 2 മണിന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് നേരം നിന്നു. അവസാനം കണ്ടോ നമ്മളെ ക്ലാസ് എടുക്കണ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പെൺകുട്ടിയാണ് കേട്ടോ ക്ലാസ് എടുക്കണത്. അവളെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് കേട്ടോ. നമ്മളൊരു റിലേറ്റീവ് കൂടിയാണ്. അത് ടീച്ചർ, പിന്നെ മെമ്പർ, അങ്ങനെ ഓരോ സ്വാഗത പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അവളെ ക്ലാസ്സും കഴിഞ്ഞ് നമ്മളെ ഫുഡ് അതിൻ്റെ മത്സരത്തിലേക്ക് കടന്നു കേട്ടോ. വെറൈറ്റി എനിക്ക് ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇതേ റാഗിയോടുള്ള മോമോസാണ് ഈ കാണുന്നതൊക്കെ. സംഭവം അടിപൊളി സെറ്റാട്ടോ. എല്ലാവർക്കും നല്ല ഐഡിയ ഉണ്ട്.
രണ്ടാൾക്കാർ മോമോസ് ഉണ്ടാക്കി കൊണ്ടുവന്നത്. അതേപോലെ പല വിഭവങ്ങളും. ഇതാണ് നമ്മളെ വിഭവം. ഡെക്കറേറ്റ് നിങ്ങൾ ആ മത്തൻ ഗ്രേറ്റേൻ്റെ തൊലി കൊണ്ട് ഒരു ഇലയും ആ ക്യാരറ്റിൻ്റെ ആ മൂടുണ്ടല്ലോ കളയുന്നത്, അതൊരു പൂവും 3-4 കുരും വെച്ചിട്ട് ഡെക്കറേഷൻ നടത്തിയാണ്ടൊക്കെ സെറ്റാക്കി കേട്ടോ. എന്തായാലും നമുക്ക് പ്രൈസൊന്നും കിട്ടിയില്ല, അത് വേറെ കാര്യം. പ്രൈസ് കിട്ടണം കിട്ടാത്ത അല്ലല്ലോ അല്ലേ, നമുക്കിങ്ങനെ പരിപാടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ. ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ കേട്ടോ.